ഇന്ന് കേരളത്തിൽ 4 വർഷ ഡിഗ്രി വിദ്യാഭ്യാസം വന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ ആണ് നമ്മളിവിടെ ചർച്ചാ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ടതായി ചർച്ചയിൽ സംബന്ധിക്കുന്നത് ബഹുമാനപ്പെട്ട ബാസിത്ത് മലപ്പെട്ട അവരുകളും അതുപോലെ സയ്യിദ് നുച്ചിയാട് അവരുകളാണ്. രണ്ടുപേർക്കും ഹൃദയമാർന്ന സ്വാഗതം. സർ, പ്രധാനപ്പെട്ടും ഈ 4 വർഷ ബിരുദ കോഴ്സിലേക്ക് ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഈ അടുത്തായിട്ടാണ് 4 വർഷ ബിരുദം എന്ന ഒരു പാഠ്യപദ്ധതി, ഒരു സിലബസ് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ നയമനുസരിച്ച് ഈ 4 വർഷ ബിരുദം എന്നുള്ളത് പല സംസ്ഥാനങ്ങളിലും അപ്ലൈ ചെയ്തതാണ്. കേരളത്തിൽ ഇപ്പോഴാണ് എത്തിയതെന്ന് മാത്രം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുകയാണ് ചെയ്യുന്നത്. പുതിയ കാലത്ത് നമുക്കറിയാം, ഓരോ വിദ്യാർത്ഥികൾക്കും ചോയ്സ് എന്നുള്ള ഒരു സംഭവം വളരെ ഒരു വലിയ രൂപത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് ചോയ്സ് എന്നുള്ളത്. അപ്പോൾ ഈ 3 വർഷ ഡിഗ്രി അതിൽ നിന്ന് 4 വർഷമാകുമ്പോഴേക്കും 4 വർഷം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, 4 വർഷവും പഠിക്കണം. അതായത് 3 വർഷ ഡിഗ്രിയിൽ 3 വർഷം നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്നാൽ 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നത് അവിടെ 4 വർഷവും തുടർച്ചയായി പഠിക്കണം എന്നുള്ള ഒരു നിബന്ധന അവിടെ ഇല്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ 3 വർഷ ഡിഗ്രിക്ക് ഒരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്യുകയും അതിന് വേണ്ടി ഒരു കോളേജ് തിരഞ്ഞെടുത്ത് ആ കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 1 അല്ലെങ്കിൽ 1.5 2 വർഷങ്ങൾ ശേഷം ചില കാരണങ്ങളാൽ എന്തെങ്കിലും അപകടം പറ്റുക, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ എന്തെങ്കിലും പ്രതികൂലമായിട്ട് വരിക, അങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥി പഠനം അവിടെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. വീണ്ടും അപ്പോൾ ഈ നിർത്തിവെക്കലോട് കൂടിയ ഒരു 1 അല്ലെങ്കിൽ 2-3 മാസം അല്ലെങ്കിൽ 6 മാസം ഒരു സെമസ്റ്ററൊക്കെ ലീവായി അങ്ങനെ ചില കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഡിഗ്രി ആ 2 വർഷം കഴിഞ്ഞിട്ടാണ് നിർത്തുന്നതെങ്കിൽ ആ 2 വർഷം ആ കുട്ടിക്ക് നഷ്ടമാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവിടെ വീണ്ടും ആ കുട്ടിക്ക് ആ ഡിഗ്രി പഠിക്കണമെങ്കിൽ ഒരുപക്ഷെ വളരെ താല്പര്യത്തോടു കൂടെ തിരഞ്ഞെടുത്തൊരു ഡിഗ്രി ആയിരിക്കും അത്. ആ ഡിഗ്രി ഇനി വീണ്ടും പഠിക്കണമെങ്കിൽ എന്തായിരിക്കണം, വീണ്ടും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ 4 വർഷ ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫസ്റ്റ് വർഷം കഴിഞ്ഞു, ചില കാരണങ്ങളാൽ നിർത്തേണ്ടി വന്നു. എന്നാൽ ആ കാരണങ്ങളാൽ നിർത്തേണ്ടി വന്ന ഡിഗ്രി എത്രയാണോ നമുക്ക് അവധി വേണ്ടത്, ആ അവധിക്ക് ശേഷം ഈ 1 വർഷം പഠിച്ചതിനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും എന്താക്കാം, ആ പഠനം വീണ്ടും തുടരാവുന്നതാണ്. അതായത് ഇതിനെ പറയുന്നത് മൾട്ടിപ്പിൾ എക്സിറ്റ് എൻട്രി എന്താണ്. ഏത് സമയത്തും നമുക്ക് 1-ാം വർഷമാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആവുകയും 2-ാം വർഷമാകുമ്പോഴേക്ക് അതൊരു ഡിപ്ലോമ കോഴ്സ് ആവുകയും 3 വർഷം പഠിക്കുകയാണെങ്കിൽ അതൊരു സാധാരണ ഒരു ബിരുദമാവുകയും 4 വർഷമാകുമ്പോഴേക്ക് അതൊരു ഓണേഴ്സ് ബിരുദമായിട്ട് മാറുകയാണ്. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു റിസർച്ചിനൊക്കെ ആഗ്രഹിക്കുന്ന, അതിനോട് വളരെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, പുതിയ കാലത്ത് നമുക്കറിയാം കൂടുതൽ വിദ്യാർത്ഥികളും റിസർച്ച് നടത്തുക എന്നുള്ള ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിലവിലെ സാധാരണ സാഹചര്യം നോക്കുകയാണെങ്കിൽ 3 വർഷം ഡിഗ്രി പഠിക്കുകയും ശേഷം 2 വർഷം PG ചെയ്ത് അതിനുശേഷമാണ് PhDക്ക് പോകാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ 4 വർഷത്തെ ഡിഗ്രി എടുക്കലോട് കൂടെ PG ചെയ്യാതെ തന്നെ PhDക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ്. അതിലൂടെ യഥാർത്ഥത്തിൽ 1 വർഷം വിദ്യാർത്ഥികൾക്ക് ലാഭകരമായി കിട്ടുകയാണ്. അതായത് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതിനപ്പുറം പഠിക്കുന്ന സാധനത്തിൽ എത്ര ക്വാണ്ടിറ്റിയാണ്, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും അതിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു തിയറിയാണ് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇതാണ് 4 വർഷ ഡിഗ്രി എന്നുള്ളത്. കൂടുതൽ വിദ്യാർത്ഥികളും ഇനി +2 കഴിഞ്ഞു, ഇനി സാധാരണ 3 വർഷം പഠിക്കാനുള്ളൂ, ഇനിയിപ്പോൾ 4 വർഷം പഠിക്കുക, അതെന്തൊരു ഭാരമാണ്. 4 വർഷം പഠിച്ചാൽ എൻ്റെ അത്രയും 1 വർഷം എനിക്ക് ലൈഫ് സെറ്റിൽ ചെയ്യണം, അത്രയും സമയം എനിക്ക് നഷ്ടമാണ് എന്നൊരു ആ ഒരു ചിന്താഗതിയിലാണ് ചില ചുരുക്ക വിദ്യാർത്ഥികൾ, ഇതിനെ കുറിച്ച് വ്യക്തവുമായ ധാരണയില്ലാത്ത വിദ്യാർത്ഥികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കോപ്പാണ്, ഒരുപാട് അവസരങ്ങൾ തുറന്നു കിടക്കുന്ന ഒരു
ഇതാണ് എന്താ 4 വർഷ ഡിഗ്രി ഉള്ളത്. തൊഴിൽ 3 വർഷ ഡിഗ്രി പൂർത്തിയാക്കി തൊഴിൽ മേഖലയ്ക്ക് ഒരു തൊഴിലാണ് അത്യാവശ്യം. അവരുടെ കുടുംബ സാഹചര്യവും മറ്റു വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു തൊഴിലാണ് ആ വിദ്യാർത്ഥിക്ക് ഒരു തൊഴിലാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. കൂടുതൽ പഠിക്കാൻ താല്പര്യമില്ല, ഒരു തൊഴിൽ എത്രയും പെട്ടെന്ന് നേടണമെന്നാണെങ്കിൽ 3 വർഷം കൊണ്ട് ആ ഡിഗ്രി ബിരുദ കോഴ്സായി തിരഞ്ഞെടുത്ത് ആ ഡിഗ്രി അവിടെ വൈൻഡപ്പ് ചെയ്യുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി തൊഴിൽ മേഖലയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയ്ക്ക് പോകേണ്ടവർക്ക് ആ രീതിയിലും അതിന് റിസർച്ച് രീതിയിലേക്ക് പോകേണ്ടവർക്ക് ആ രീതിയിലും അങ്ങനെ ഏത് രീതിയിലേക്കാണ് നമുക്ക് പോകേണ്ടത് അത്രയും അവസരങ്ങൾ ഈ 4 വർഷ ഡിഗ്രിയിലൂടെ നമുക്ക് തുറന്ന് ലഭിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. സർ, നമ്മൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ കോംപ്ലിമെൻ്ററി കോഴ്സ്, അതുപോലെ കോമൺ കോഴ്സ്, ഇങ്ങനെ പലതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 വർഷ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ നമുക്ക് വരുത്താൻ സാധിക്കുന്നത്? ഈ സമയത്ത് പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് താങ്കൾ ചോദിച്ചത്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് അങ്ങനെ തുടങ്ങിയ ലാംഗ്വേജുകളും തുടങ്ങിയ കോമൺ കോഴ്സുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കൂടുതലായിട്ടും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ട്. അതായത് ചുരുക്കി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പഴമക്കാരൊക്കെ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി നമ്മുടെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോയി അവർ വിദ്യക്ക് പുറമെ എന്തൊക്കെ വാൾപ്പയറ്റ്, കളരിപ്പയറ്റ് തുടങ്ങിയവ അഭ്യസിക്കുന്നത് പോലെ ഇതിൽ പുറമെ ആയിട്ട് എന്തൊക്കെയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫൗണ്ടേഷൻ ആൻഡ് ഡിസിപ്ലിൻഡ് പസഫിക് പേർട്ടീസ് ആൻഡ് ഡിസിപ്ലിൻ പസഫിക് കോസ്റ്റ്യൂം ആൻഡ് തുടങ്ങിയ കുറേ എന്താണ് പറയുക കുറേ വിഷയങ്ങൾ പുറമെ അപ്ലൈ ആവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചുരുക്കങ്ങളിൽ ഒന്നാണ് ഫൗണ്ടേഷൻ എന്നുള്ളത്. ഫൗണ്ടേഷന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കുറേ ചോദ്യങ്ങൾ നമ്മൾക്ക് മുമ്പിലായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഫൗണ്ടേഷനുള്ളിൽ ഒന്നാണ് AIC ആൻഡ് VAC ആൻഡ് SEC തുടങ്ങിയ കുറേ കോഴ്സുകൾ അതിനുള്ളിൽ നമുക്ക് അപ്ലൈ ആവുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താണ് ഉൾക്കൊള്ളിക്കുന്നത്? ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് അതിൽ നിന്ന് എല്ലാം പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് നാട്ടുകാർക്ക് എന്തൊക്കെയോ പകർന്നു നൽകാനുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എല്ലാം പഠിച്ച് പുറത്തിറങ്ങി, പക്ഷേ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആ വിദ്യാർത്ഥിക്ക് പൂർണ്ണമല്ല. അതായത് അതിന് പ്രത്യേകമായി സഹായിക്കുന്ന ഒരു കോഴ്സാണ് AIC, അതായത് എബിലിറ്റി എൻഹാൻസ് കോഴ്സ്. അതിന് പുറമെ നമുക്കിപ്പോൾ തൊഴിൽപരമായി ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യ അഭ്യസിച്ച് അത് എങ്ങനെ വീണ്ടും അത് പ്രാക്ടീസിലൂടെ മാത്രമേ അതൊരു സ്കില്ലായി നിലനിർത്താൻ കഴിയൂ. അതിന് പ്രധാനമാക്കപ്പെട്ട ഒന്നാണ് പ്രാക്ടീസ് എന്നുള്ളത്. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SEC എന്ന സ്കിൽ എൻഹാൻസ് കോഴ്സ്. അതിന് മൂന്നാമതായി വരുന്നതാണ് വാല്യൂ ആഡഡ് കോഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൻ എന്തൊക്കെ ഉൾക്കൊണ്ടു, അതായത് നാട്ടുകാരോടും അവൻ്റെ കൂടെയുള്ളവരോടും എങ്ങനെയാണ് പെരുമാറ്റം, വാല്യൂ, അതായത് അവൻ്റെ സ്വഭാവം, അവൻ്റെ കായികപരമായതും കലാപരമായ എല്ലാ കാര്യങ്ങളും അവൻ എങ്ങനെ മറ്റുള്ളവർക്ക് എത്തിക്കുന്നു, മറ്റുള്ളവർ അവനെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിന് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് സഹായകരമായ ഒരു കോഴ്സാണ് വാല്യൂ ആഡഡ് കോഴ്സ്. ഈ സെയ്ദ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, പുതിയ കാലത്ത് നമുക്കറിയാം കൂടുതൽ വിദ്യാർത്ഥികളും ഡിഗ്രി ചെയ്യുന്നു എന്നതിനപ്പുറം കേവലം അത് എന്തൊക്കെയോ തിയറികൾ പഠിച്ചു വെക്കുകയാണ്. അല്ലാതെ അതൊരു അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സമൂഹത്തിൽ എങ്ങനെ അത് ഉപകാരപ്രദമാക്കണം എന്നതിനെ കുറിച്ചുള്ള ധാരണ വളരെ കുറവാണ്. ആ ഒരു സമയത്ത് ഇത്തരം ഫൗണ്ടേഷൻ കോഴ്സുകൾ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രത്തോളം പ്രത്യേകതകൾ നിറഞ്ഞതാണ് 4 ഡിഗ്രി വർഷ കോഴ്സ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കാം. കേരളത്തിലെ സാധ്യത എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ നമുക്കറിയാം, കൂടുതൽ വിദ്യാർത്ഥികളും ഇന്ന് കേരളത്തിന് വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണ്. വിദേശ പഠനം എന്നുള്ളത് പഠനം മാത്രമല്ല, ജോലിക്കടക്കം പുറത്തേക്ക് പോകും. കേരളത്തിൽ ഇന്ന്
പിന്നെ ബിരുദധാരികളായ വിദ്യാർത്ഥികളെ, കഴിവുറ്റ പ്രതിഭകളെ കിട്ടുന്നില്ല എന്നൊരു വളരെ ഒരു ക്ഷാമം, ഒരു പ്രതിഭാക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. അതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളില്ല. ഇപ്പോൾ ഡിഗ്രി എടുക്കട്ടെ, നമ്മളെ എല്ലാ കൊല്ലവും കാലവർഷമാകുമ്പോൾ മഴ പെയ്യുന്ന പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് +1 +2 സീറ്റ് പരിമിതി എന്നുള്ളത്. അവിടേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്തരം 4 വർഷ ഡിഗ്രി കോഴ്സുകൾ കൊണ്ടുവരുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഒരുങ്ങും. സാധാരണഗതിയിൽ +2 കഴിഞ്ഞ് പഠനം നിർത്തുന്ന കൂടുതൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഒരുങ്ങും. അപ്പോൾ അവർക്ക് കൂടുതൽ സാധ്യതകൾ, കൂടുതൽ സൗകര്യങ്ങൾ, അതിനുവേണ്ടി എല്ലാവിധ സൗകര്യങ്ങൾ, ലാബ് സൗകര്യങ്ങളാകട്ടെ, മറ്റ് റിസർച്ച് സൗകര്യങ്ങളാകട്ടെ, മറ്റ് അക്കാദമിക്കലായ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കുറവുണ്ടാകാൻ പാടില്ല. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താൽ മാത്രമേ അതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളൊരു 4 വർഷ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നതിനെ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുകയില്ല എന്നാണ് ഈ കേരളത്തിലെ സാധ്യത എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളിവിടെ സമാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.